തിരുവനന്തപുരം വിതുരയിൽ സ്കൂളിന്റെ മതിൽ തകർത്ത് കാട്ടാനക്കൂട്ടം. തലത്തുകാവ് ട്രൈബൽ സ്കൂളിൽ ഇന്ന് പുലർച്ചെയാണ് സംഭവമുണ്ടായത്. രണ്ടാം തവണയാണ് സ്കൂളിന്റെ മതിൽ കാട്ടാനക്കൂട്ടം എത്തി തകർക്കുന്നത്. ആനക്കൂട്ടം ഇപ്പോഴും ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേർന്നുണ്ട്. പ്രജിത്ത്, ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ടോ? അങ്ങനെ തന്നെയാണ് അവിടുത്തെ പ്രദേശവാസികളൊക്കെ പറയുന്നത്. കാരണം കഴിഞ്ഞ കുറച്ചു നാളായി ഈ മേഖലയിൽ തുടർച്ചയായി ആനക്കൂട്ടം എത്തുന്നുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ അറിയിക്കുന്നത്. അതിന്റെ ഏറ്റവും പുതിയ സംഭവമാണ് ഇപ്പോൾ ഈ വിതുര തലത്തുകാവ് ട്രൈബൽ സ്കൂളിൽ ഇന്ന് പുലർച്ചെ ഉണ്ടായത്. ഈ സ്കൂളിന്റെ മതിൽ ആനക്കൂട്ടം തകർക്കുകയായിരുന്നു. ഇത് രണ്ടാമത്തെ തവണയാണ് ഈ സ്കൂളിന്റെ മതിൽ ആനക്കൂട്ടം തകർക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നേരത്തെ തകർത്ത മതിൽ പഞ്ചായത്ത് ഇടപെട്ട് ഈ മതിൽ പുനഃസ്ഥാപിക്കുന്നു. തൊട്ടു പിന്നാലെ ഇന്ന് പുലർച്ചെ വീണ്ടും ആ മതിൽ തകർക്കുന്ന കാഴ്ചയുണ്ടാകുന്നു. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ ഒരു ട്രൈബൽ സെറ്റിൽമെന്റിലെ ഒരു വീട് ആനക്കൂട്ടം തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് രാധ എന്ന് പറയുന്ന ഒരു വൃദ്ധയുടെ വീടായിരുന്നു ഇത്തരത്തിൽ ആന വന്ന് തകർത്തത്. അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഈ കാട്ടാനക്കൂട്ടം ജനവാസ കേന്ദ്രങ്ങളോട് അടുത്ത് തന്നെ നിലയുറപ്പിച്ചിരിക്കുന്നതാണ് പ്രദേശവാസികളുടെ ഉറക്കം കെടുത്തുന്നത്. കാരണം രാത്രിയിൽ ആന കൂടുതൽ ഈ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ അറിയിക്കുന്നത്. ഈ പ്രദേശത്ത് കൂടുതൽ വന്യമൃഗ ശല്യവും ഉണ്ട് വിഷ്ണു. കാരണം ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഒരു മുറിവുള്ള കൊമ്പൻ കാടിറങ്ങി വന്ന് അത് ആനയുടെ മുതുകത്തൊരു മുറിവുണ്ടായിരുന്നു. കാടിറങ്ങി വരുന്നു. പിന്നീട് മയക്കുവെടി വെച്ച് ചികിത്സ നൽകുന്ന സാഹചര്യം ഉണ്ടായി. കാട് കയറ്റി വിട്ടു. ഈ കാര്യത്തിൽ അധികൃതർ അനാസ്ഥ കാട്ടുകയാണ്. കാരണം ആനയെ കൂടുതൽ ദൂരേക്ക് കയറ്റി വിട്ടില്ല എന്ന് തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങളൊക്കെ നാട്ടുകാർ ഉയർത്തുന്നുണ്ട്. ഈ നന്ദിയോട് പ്രദേശത്ത്, ഇതിനോടടുത്തുള്ള നന്ദിയോട് പ്രദേശത്ത് ദമ്പതികളെ കാട്ടുപന്നി കുത്തിവീഴ്ത്തിയ ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ്. അവർ ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. ഈ പ്രദേശത്താകട്ടെ കുരങ്ങ്, പന്നി, കരടി, കാട്ടുപോത്ത് തുടങ്ങിയിട്ടുള്ള വന്യജീവികളും കാട്ടാനകൾക്ക് പുറമെ വിഹരിക്കുന്നുണ്ട്. അങ്ങനെ പ്രദേശവാസികളുടെ ഉറക്കം കെടുകയാണ് ഈ മേഖല എന്നുള്ളതാണ്. ഇപ്പോൾ സ്കൂളിന്റെ മതിൽ പോലും തുടർച്ചയായി തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നം. വലിയ വിമർശനമാണ് വനം വകുപ്പിനെതിരെ നാട്ടുകാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം വന്യമൃഗങ്ങൾ തുടർച്ചയായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്നു. ഒരു കൃത്യമായ ഒരു ഇടപെടൽ നടപടിക്രമങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വന്യമൃഗങ്ങളെ തുരത്താൻ വേണ്ടി അത്തരത്തിലുള്ള ആക്ഷേപം തന്നെയാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ശരി, പ്രജിത്താണ് വിവരങ്ങൾ നൽകിയത്.